ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യതലസ്ഥാനത്തെ പ്രതിഷേധങ്ങൾക്ക് വേദിയാകുന്ന ജന്തർ മന്ദർ എന്ന സമരഭൂമിയുടെ മുക്കിലും മൂലയിലും പെരുകി പാറ്റകൾ. രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിൽ നിന്ന് ഡിജിറ്റൽ മുന്നേറ്റമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യമായി ആഹ്വാനം ചെയ്ത പരസ്യ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും സാമൂഹ്യ പ്രവർത്തകരും അടങ്ങുന്ന ആയിരങ്ങളാണ് ഡൽഹി ജന്തർ മന്ദറിൽ ഒത്തുകൂടിയത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് യുവാക്കൾ തെരുവിലിറങ്ങിയതോടെ രാജ്യത്ത് അടുത്തിടെ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം മാറി. സ്ക്രീനുകളിൽ നിന്ന് പ്രതിഷേധം തെരുവുകളിലേക്ക് എത്തിക്കാനുള്ള CJPയുടെ ആഹ്വാനം ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതിരിക്കാൻ ന്യൂഡൽഹിയുടെ പലയിടങ്ങളിലും ബാരിക്കേഡുകൾ സജ്ജമാക്കി ഡൽഹി പോലീസ് അണിനിന്നിരുന്നു. രാവിലെ 100-ലൊതുങ്ങിയ പ്രതിഷേധക്കാർ വിവിധ സർവകലാശാല വിദ്യാർത്ഥികളോടുകൂടി വരവോടുകൂടി വലിയ ആൾക്കൂട്ടമായി മാറുകയായിരുന്നു. പാറ്റകളുടെ മുഖമൂടികളും പൂക്കളും ത്രിവർണ്ണ പതാകയും ഭഗത് സിംഗിന്റെയും APJ അബ്ദുൽ കലാമിന്റെയും ഒക്കെ പുസ്തകങ്ങളും ഭരണഘടനയുടെ പകർപ്പുകളും കയ്യിൽ കരുതിയാണ് പ്രതിഷേധക്കാർ എത്തിയത്. മന്ത്രിയുടെ രാജിയില്ലാതെ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ള CJP വരും ദിവസങ്ങളിൽ പ്രക്ഷോഭത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന് വൻ തിരിച്ചടി. CPM നേതാക്കളായ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. കലൂരിലെ PMLA കോടതിയുടേതാണ് നടപടി. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതികൾ അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. കരുവന്നൂരിൽ വൻ തട്ടിപ്പ് നടന്നതായും ബാങ്കിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. ബാങ്കിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സാധാരണക്കാരായ നിക്ഷേപകരുടെ ആധാരങ്ങളും രേഖകളും ഉപയോഗിച്ച് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ വ്യാജ വായ്പയായി എടുത്തതായും ബിനാമി വായ്പകൾ അനുവദിച്ചതായും ED പറയുന്നു. MR അജിത് കുമാറിനെ ബെവ്കോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി M ലിജു. വകുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. ബെവ്കോ ചെയർമാൻ സ്ഥാനത്ത് അജിത് കുമാർ എത്തുന്നതിൽ M ലിജു നേരത്തെയും അതൃപ്തി പ്രകടമാക്കിയിരുന്നു. എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തിനൊപ്പമാണ് നേരത്തെ MR അജിത് കുമാറിനെ ബെവ്കോയുടെ ചെയർമാനായും നിയമിച്ചത്. എന്നാൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ എക്സൈസ് കമ്മീഷണർ ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ നീക്കിയിരുന്നു. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന ട്രൈബ്യൂണൽ ഉത്തരവിനെ തുടർന്നാണ് അജിത് കുമാറിനെ നീക്കിയത്. നടൻ ടിനി ടോമിനെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു പോലീസ്. തന്നെ മതതീവ്രവാദിയാക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഇൻഫോ പാർക്ക് പോലീസിലാണ് അൻസിബ ടിനി ടോമിനെതിരെ പരാതി നൽകിയത്. പരാതി ഇൻഫോ പാർക്ക് പോലീസ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. കടവന്ത്ര പോലീസ് തിങ്കളാഴ്ച അൻസിബയുടെ മൊഴിയെടുക്കും. അൻസിബയുടെ മൊഴിയും തെളിവുകളും പരിശോധിച്ച ശേഷമാകും ടിനി ടോമിനെ ചോദ്യം ചെയ്യലിനായി വിളിക്കുക. അൻസിബ നൽകിയ രണ്ടാമത്തെ പരാതിയാണിത്. നടി ലക്ഷ്മി പ്രിയക്കെതിരെയാണ് അൻസിബ ആദ്യം പരാതി നൽകിയത്. വയനാട് ബത്തേരിയിൽ 40ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ദിവസത്തിനിടെ 150ഓളം കുട്ടികൾ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരുന്നു. ട്രെയിൻ യാത്രക്കാരനായ യുവാവിനെ സഹയാത്രികൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പാലക്കാട് വാണിയംകുളം സ്വദേശി ജിഷ്ണുവിനാണ് കുത്തേറ്റത്. പ്രതിയായ വയോധികനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്നാണ് വിവരം. എറണാകുളം കാരായിക്കൽ എക്സ്പ്രസിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയായിരുന്നു ജിഷ്ണു. നല്ല തിരക്കുള്ള ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതിനിടെയാണ് നിലത്ത് കിടക്കുകയായിരുന്ന ആളുടെ ദേഹത്ത് അറിയാതെ തട്ടി. ഇതിൽ പ്രകോപിതനായ പ്രതി കത്തിയെടുത്ത് കാലിൽ കുത്തുകയായിരുന്നുവെന്ന് ജിഷ്ണു പറഞ്ഞു. കർണാടകയിലെ കുടകിൽ കാട്ടാന ആക്രമണത്തിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ മരിച്ചു. അന്നലമട സുനിൽ അച്ചയ്യയുടെ ഭാര്യ സന്ധ്യ അച്ചയ്യയാണ് ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. കുടകിലെ തിത്തിമത്തിക്കടുത്തുള്ള കൊണനകട്ടെ ഗ്രാമത്തിലെ കാപ്പിത്തോട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10ഓടെയാണ് സംഭവം. മാനേജർക്കും ഡ്രൈവർമാർക്കുമൊപ്പം സ്വന്തം ഉടമസ്ഥതയിലുള്ള കാപ്പിത്തോട്ടം കാണാനെത്തിയതായിരുന്നു സന്ധ്യ. ഇതിനിടെ കാട്ടാന ആക്രമണം ഉണ്ടാവുകയായിരുന്നു. കാട്ടാന ഇവരുടെ നേരെ പാഞ്ഞെടുത്തു. കൂടെയുണ്ടായിരുന്ന 2 പേരും ഓടി രക്ഷപ്പെട്ടെങ്കിലും സന്ധ്യ ആനയുടെ മുന്നിൽ പെട്ടു. ആനയുടെ ചവിട്ടേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ ഗോണിക്കുപ്പയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടക് സ്വദേശിയായ സുനിൽ നാഗാലാൻഡ് കേഡർ 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ. നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നടന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു താരം. എങ്കിലും അടുത്തിടെ മുഖ്യമന്ത്രി VD സതീശന് നൽകിയ സ്വീകരണ പരിപാടികളിൽ അടക്കം
സലീംകുമാർ പങ്കെടുത്തിരുന്നു. പറവൂരിൽ നടന്ന ചടങ്ങിൽ സലീംകുമാർ പ്രസംഗിക്കുകയും ചെയ്തു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SIT പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി കഴിഞ്ഞ തവണ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് കൊടുത്തത്. കേസ് ഡയറി തിരുത്തി എഴുതാൻ സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് SIമാർ മൊഴി നൽകിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകവേ ഗ്രേഡ് SIമാർ വികാരഭരിതരായി. തങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഉത്തരവാദിത്തമില്ലെന്നും ഇവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.